LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുളുനാട്ടിൽ ഉജ്ജ്വലമായ സ്വീകരണം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരങ്ങൾ ജാഥയുടെ ഉദ്ഘാടനത്തിൽ ആവേശത്തോടെ അണിനിരന്നു. കാസർഗോഡ് നുള്ളിപ്പാടിയിലും ആദ്യദിനം ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഭാഷാ സംഗമ ഭൂമിയിലേക്ക് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റനും സ്ഥിരാംഗങ്ങൾക്കും ആവേശകരമായ സ്വീകരണം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, വർഗീയ നിലപാടുകൾക്കെതിരെ, നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന UDFന്റെ കേരള വിരുദ്ധ നിലപാടുകൾ തുറന്നു കാണിച്ച് LDF സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനത്തിൽ അണിനിരന്നത് വഞ്ചനാവലി. തുളുനാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ തലപ്പാവണിയിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജാഥാംഗങ്ങളെയും സ്വീകരിച്ചത്. തുളുനാടൻ സംസ്കൃത പ്രതീകമായ തലപ്പാവണിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സംഘാടക സമിതി ഭാരവാഹികൾ ക്ഷണിക്കുകയാണ്. വികസന മുന്നേറ്റ ജാഥ വൻ ജനകീയ മുന്നേറ്റമായി മാറുമെന്ന ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണ ജാഥ, കേരളത്തിൻ്റെ വികസന മുന്നേറ്റ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. 2 ജാഥകൾ കൂടി 3-ാം തീയതിയും 6-ാം തീയതിയും ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് 16-ാം തീയതിയോടുകൂടി എല്ലാ ജാഥകളും സമാപിക്കുകയാണ്. ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ നാടായ കുമ്പളയിൽ നിങ്ങൾ ഒരുക്കിയ ഈ സ്വീകരണ പരിപാടി, ഈ ഉദ്ഘാടന പരിപാടി ഇന്നേ വരെ മഞ്ചേശ്വരം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തെയാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്, നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിലുടനീളം നാളെ മുതൽ ഞങ്ങൾ കാണാൻ പോകുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഗ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി, E ചന്ദ്രശേഖരൻ MLA, P കരുണാകരൻ തുടങ്ങിയ LDF നേതാക്കൾ പങ്കെടുത്തു. വികസന മുന്നേറ്റ ജാഥയുടെ പ്രചാരണ ഗാനം സിനിമാ താരം ഗായത്രി വർഷയ്ക്ക് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നൽകിയ സ്വീകരണത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. 2ാം ദിവസമായ തിങ്കളാഴ്ച സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായി MV ഗോവിന്ദൻ മാസ്റ്റർ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഉദുമ, പെരിയാട്ടടുക്കം, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. കൈരളി ന്യൂസ്, കാസർഗോഡ്.